ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമഃ. എല്ലാ ധന്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ പറയുന്ന കഥ ശ്രീമദ് ഭാഗവതത്തിലെ ഒരു കഥയാണ്. ആകുതി മുതലായവരുടെ സന്തതി പരമ്പരയെ പറ്റിയിട്ടാണ് പറയുന്നത്. വേദജ്ഞാനികൾക്ക് പോലും ഭാഗവതം അർത്ഥറിഞ്ഞിട്ട് വിവരിക്കാനാവില്ല. എങ്കിലും എനിക്കറിയാവുന്ന രൂപത്തിൽ ഞാനത് പറയാം. കുറച്ചേ പറയാൻ കഴിഞ്ഞുള്ളൂ എന്നൊക്കെ വരും. എങ്കിലും അറിവിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം, പറയാൻ കഴിയും. 4-ാം ഭാഗത്തിൽ വിസർഗം എന്നറിയപ്പെടുന്ന ചരാചരങ്ങളുടെ സൃഷ്ടിരൂപമായ ഈശ്വരലീലയെയാണ് ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത്. ബ്രഹ്മ സൃഷ്ടികളായ ചരാചരങ്ങളിൽ പ്രധാനമായത് എന്താണെന്നറിയോ? മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഭഗവാനെ ഭജിച്ച് ഉന്നതമായ ആനന്ദത്തെ അനുഭവിക്കുന്നു. വേറെ ഒന്നുകൊണ്ടും നമുക്ക് ഈ ആനന്ദം, ആത്മാനന്ദം ലഭിക്കില്ല. എന്തുകൊണ്ടേ ലഭിക്കൂ? ഈശ്വര ഭജനം കൊണ്ട് മാത്രമേ അത് സാധ്യമാവൂ. മനുഷ്യനിൽ ഒന്നാമതായിട്ട് ജനിച്ചത് ആരാ അറിയോ? മനു. സ്വയംഭുവ മനു എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ശതരൂപ. അവരുടെ 3 മക്കളിൽ ആദ്യത്തേതാണ് ആകൂതി. ദേവഹൂതി, പ്രസൂതി എന്ന മറ്റ് 2 പേരും കൂടി ഉണ്ട്. അങ്ങനെ 3 പെൺമക്കൾ. എല്ലാവരുമായി അവൾ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. രാജാവ് ആകൂതിയെ രുചി എന്ന പ്രജാപതിക്ക് വിവാഹം ചെയ്തു നൽകി. കാമക്രീഡാലോലുപരായിട്ട് അവർ വസിക്കുന്നതിനിടയിൽ മഹാവിഷ്ണു യജ്ഞൻ എന്ന പേരോടെ അവരുടെ മകനായി ജനിച്ചു. ലക്ഷ്മി ഭഗവതിയുടെ കുലത്തിൽ ജനിച്ച ദക്ഷിണയെ അവൻ വിവാഹം കഴിച്ചു. അവർക്ക് 12 മക്കളുണ്ടായി. അവരെ പേരെടുത്ത് പറയാട്ടോ: തോഷൻ, പ്രദോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തി, ഇടസ്പതി, ഇദ്മൻ, കവി, വിഭു, സ്രഗ്നൻ, സുദേവൻ, വിരോചനൻ. ഭാഗവതത്തിൽ അങ്ങനെയാണ്. എത്ര എല്ലാം ഒന്നും നമുക്ക് ഓർക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഈ സന്തതി പരമ്പരയെ നമ്മൾ ഓർത്തേ പറ്റൂ. അതുകൊണ്ടാണ് അത്രയും പറയാൻ കാരണം. ഇവരാണ് സ്വയംഭൂ മന്വന്തരത്തിൽ അമരന്മാരായി അറിയപ്പെട്ടത്. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും കൂടി ചിലർക്കൊരു പ്രാധാന്യം ഉണ്ടാവുമല്ലോ. അതാണ് അമരനായി എന്ന് പറയുന്നത്. അവരിലെ യജ്ഞനാണ് ദേവാധിപതിയായത്. ഇങ്ങനെ ആകൂതിയുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് പ്രിയവ്രതനും ഉത്താനപാദനും. 2 പേർക്കും ഉണ്ടായ വംശപരമ്പരയെപ്പറ്റി പറയാൻ, എല്ലാം കൂടി പറയാൻ സാധിക്കില്ല. എങ്കിലും 2ാമതായ സുന്ദരിയായ ദേവഹൂതിയെ കർദമന് നൽകി എന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ കഥയിൽ പറയുണ്ടായി. അവർക്ക് 9 മക്കളും ഉണ്ടായി. മൂത്തവളാണ് കല. സന്തോഷത്തോടെ അവളെ മരീചി മഹർഷിക്ക് കൊടുത്തു. അവരുടെ മകനായി കശ്യപ പ്രജാപതി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളെ കൊണ്ട് 3 ലോകവും നിറഞ്ഞു. കശ്യപന് താഴെയുള്ളവൻ പൂർണിമാവാണ്.
അദ്ദേഹത്തിന് വിരജൻ, വിശ്വകൻ എന്ന 2 മക്കളും ഉണ്ടായി. ഹരിയുടെ പാദകമലത്തിൻ്റെ പരിശുദ്ധികളിൽ നിന്നുണ്ടായ സ്വർഗഗംഗ പുത്രിയും 2ാമത്തെ മകളായ അനസൂയയെ കണ്ട് അത്രി മഹർഷി മോഹിച്ചു. അതുകൊണ്ട് തന്നെ അത്രി മഹർഷിക്ക് അനസൂയയെ വിവാഹം ചെയ്തു കൊടുത്തു. അവർക്ക് 3 മക്കളുണ്ടായി. അതിൽപ്പെട്ടതാണ് ദത്താത്രേയൻ, ചന്ദ്രൻ, ദുർവാസാവ്. അങ്കിരസ് ശ്രദ്ധയെ ആണ് വിവാഹം കഴിച്ചത്. അവർക്ക് 4 പെൺമക്കൾ: സീനിവാലി, കുഹു, രാഗ, അനുമതി. 3 ആൺമക്കളും ഉണ്ടായി: ഉദധ്യൻ, ബൃഹസ്പതി, സംവർത്തൻ. 4ാമതായ ഹവിർഭുവിനെ പുലസ്ത്യൻ വിവാഹം കഴിച്ചു. അവർക്ക് വിശ്രവസ് എന്ന പുത്രൻ ജനിച്ചു. പുലസ്ത്യൻ ലിപികളെ പരിഗ്രഹിച്ച് കുബേരന് ജന്മം നൽകി. ഇതെല്ലാം ഒന്നും ഓർത്തിരിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാലും ആ പരമ്പര, നമ്മുടെ വിഷയം തന്നെ എങ്ങനെയാണ് ഈ പരമ്പര ഉണ്ടായത്, ആരൊക്കെയാണ് ഈ പരമ്പരയിൽ എന്നുള്ളതാണല്ലോ നമ്മൾ കഥയിൽ കൂടെ മനസ്സിലാക്കുന്നത്. പുലസ്ത്യന് കൈകസിയില് ദശമുഖാദികളായ 3 പുത്രന്മാരും ഉണ്ടായി. പുലഹൻ്റെ പത്നി ഗതി, ക്രതുവിൻ്റെ പത്നി ക്രിയ, ഇവരിൽ നിന്ന് 60,000 ബാലഖില്യന്മാരും മഹർഷി മുഖ്യന്മാരും ഉണ്ടായി. അരുന്ധതിക്ക് വസിഷ്ഠനിൽ നിന്ന് പുത്രന്മാരുണ്ടായി. അഥർവണന് ശാരീരിക കാന്തിയോട് കൂടിയ ശാന്തി, ഭൃഗുവിന് ഖ്യാതി എന്നിവർ പത്നിമാരായി. 2 പത്നിമാരായിരുന്നു ഉണ്ടായിരുന്നത്. മൃഗണ്ഡുവിന് മാർക്കണ്ഡേയൻ, വേദശിരസ് എന്നീ മക്കളുണ്ടായി. ഇങ്ങനെ മരീചി വംശം ദേവഹൂതിയിലൂടെ വളർന്ന് വന്നു. വലിയൊരു കുടുംബമായി എന്നർത്ഥം. ഇവരുടെയൊക്കെ വംശപരമ്പര മുഴുവൻ പറയാൻ നമുക്ക് സാധ്യമല്ല. പ്രധാനികൾ മാത്രമേ ഇവിടെ നമ്മൾ പറയുന്നുള്ളൂ. 10ാമത്തെ മകളിൽ നിന്ന് നാരായണൻ ജനിച്ചു. സർവയോഗ ശാസ്ത്ര പണ്ഡിതനായ കപില മഹർഷിയാണ് അത്. പ്രസൂതിയെ കല്യാണം കഴിച്ചത് ദക്ഷനായിരുന്നു. അവർക്ക് 16 പുത്രിമാരാണ് ഉണ്ടായിരുന്നത്. അവരിൽ 13 പേരെയും ധർമ്മൻ വിവാഹം കഴിച്ചു. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിദീക്ഷ, ഹ്രീ, മൂർത്തി എന്നിവരാണ് അവരുടെ പേരുകൾ. ശ്രദ്ധയുടെ പുത്രൻ ശുഭൻ, മൈത്രിയുടെ മകൻ പ്രസാദൻ, ദയയുടെ മകൻ അഭയൻ, ശാന്തിയുടെ മകൻ ഭദ്രൻ, തുഷ്ടിയുടെ മകൻ മുദൻ, പുഷ്ടിയുടെ മകൻ സ്മയൻ, ക്രിയയുടെ മകൻ യോഗൻ, ഉന്നതിയുടെ മകൻ ദർപ്പൻ, ബുദ്ധിയുടെ മകൻ ക്ഷേമൻ, ശ്രീയുടെ മകൻ പ്രശയൻ. മൂർത്തിയുടെ മക്കൾ നരനാരായണന്മാരുമാണ്. അപ്പോൾ ഈ നരനാരായണന്മാരുടെ അമ്മ മൂർത്തി ആണ്. ഇങ്ങനെ 13 പേർക്ക് 14 മക്കളുണ്ടായി. 2ാമത്തവളായ സ്വാഹയെ അഗ്നി കല്യാണം കഴിച്ചു. നമ്മളെന്തും ഹോമം ചെയ്യുമ്പോൾ സ്വാഹ എന്ന് പറഞ്ഞിട്ടല്ലേ, അങ്ങനെ ഉള്ള ആ സ്വാഹയെ കല്യാണം കഴിച്ചത് അഗ്നിയാണ്. സ്വധയെ കല്യാണം കഴിച്ചതോ പിതൃക്കൾക്കും. പിന്നെ സതിയെ പരമശിവനും വിവാഹം ചെയ്തു. ശിവനുമായി മത്സരം വന്നതുകൊണ്ട് ദക്ഷ പ്രജാപതി നശിച്ചുപോയി എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഈ കഥയോടനുബന്ധിച്ച് തന്നെ ഒരു കഥയാണ് വരുന്നത് ദക്ഷയാഗത്തിനെ പറ്റിയിട്ട്. ഈ സന്തതി പരമ്പരയിൽപ്പെട്ട തന്നെയാണ് ദക്ഷയാഗവും. വിദുരൻ മൈത്രേയനോട് പറയുന്നതായിട്ടാണ് സാധാരണ ഭാഗവതത്തിൽ കൂടി പറയുന്ന കഥ. മകളെ വിവാഹം ചെയ്തു കൊടുത്ത ദക്ഷ പ്രജാപതിക്ക് ശിവനോട് വിരോധം ഉണ്ടാവാൻ കാരണം എന്താണെന്നുള്ള ചോദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ മൈത്രേയൻ പറയുന്നുണ്ട്, ഒരിക്കലെ പ്രജാപതികൾ നടത്തിയ യാഗത്തിൽ സംബന്ധിക്കാൻ ശിവൻ ചെന്നു. പണ്ടൊക്കെ യാഗമാണല്ലോ നടത്തുക, അതിന് എല്ലാവരും വന്നു ചേരും, ഋഷിമാരും എല്ലാവരും ഉണ്ടായിരിക്കും ഈ ഒരു യാഗം നടത്തുമ്പോൾ. അങ്ങനെ ദക്ഷനും ആ യാഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു.
ഭാര്യാപിതാവ് വരുന്നത് കണ്ടിട്ട് ആദരപൂർവം സ്വീകരിക്കാതിരുന്നതിൽ ക്രുദ്ധനായ ദക്ഷൻ അങ്ങയ്ക്ക് ഇനി യാഗാംശത്തിന് അവകാശമില്ലാതെ പോട്ടേ എന്നാണ് ശപിച്ചു. എത്ര പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ ഒരു ശാപം. ഇത് അറിഞ്ഞു നന്ദികേശൻ. പരമാത്മ ചൈതന്യത്തെക്കുറിച്ച് ത്രിമൂർത്തികളിലെ ഒരാളാണല്ലോ ശിവൻ. അറിവില്ലാത്ത നിങ്ങൾക്ക് ആത്മജ്ഞാനം ഇല്ലാതെ പോകട്ടെ എന്ന് തിരിച്ചൊരു ശാപമാണ് കൊടുത്തു. ഭൃത്യന്മാരടക്കം എല്ലാവരെയും ശപിച്ചത് കേട്ട ഭൃഗുമുനി ശിവഭക്തന്മാരെ ഒന്നടങ്കം ആചാരവിരുദ്ധന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു. ആകെ ഒരു ശാപത്തിൻ്റെ പ്രളയം യാഗശാലയിൽ. ഇത് കേട്ട ശിവൻ യാഗശാലയിൽ നിന്നാണ് പുറത്തേക്ക് പോയി. ദക്ഷൻ വീണ്ടും ബൃഹസ്പതി യജ്ഞം നടത്താൻ തുടങ്ങി. 3 ലോകത്തിലെ ജനങ്ങളും യാഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് കണ്ട് സതീദേവിക്കും പോകാൻ ആഗ്രഹമുണ്ടായി. ശിവനോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. എന്ത് കാര്യവും നമ്മൾ ഭർത്താവിനോട് ചോദിച്ചിട്ടും അനുവാദത്തോടും കൂടിയിട്ടാണല്ലോ ഏത് കാര്യത്തിനും പോവുക ഒരു സ്ത്രീ. അതും സതി ശരിക്കും ഒരു പതിവ്രതയായ സ്ത്രീയാണ്. ചോദിച്ചു, ആ നാഥ, അങ്ങ് എൻ്റെ അച്ഛൻ നടത്തുന്ന യാഗത്തെ പറ്റിയൊക്കെ കേട്ടില്ലേ? 3 ലോകത്തിലുള്ളവരും കേട്ടിരിക്കുന്നു, അങ്ങ് ഇത് കേട്ടില്ലേ? മഹാന്മാരെല്ലാവരും ആ യാഗത്തിൽ സംബന്ധിക്കാൻ പോകുന്നുണ്ട്, നമുക്കും പോണ്ടേ? വേറെ എവിടേക്കും അല്ലേ, അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ചെയ്യണ യാഗമല്ലേ, അതിൽ നമുക്കും പോണ്ടേ? ഇത്തരം സന്ദർഭങ്ങളിലല്ലാതെ എപ്പോഴാണ് ഇനി നമ്മൾ പോവുക? അമ്മയും ജ്യേഷ്ഠത്തിമാരെയും ഒക്കെ കണ്ടിട്ട് കുറേ നാളാവുകയും ചെയ്തു. നമ്മളൊഴികെ എല്ലാവരും അവിടെ ഉണ്ടാവും. നമ്മെ കാണാൻ അച്ഛന് നമ്മോടുള്ള വൈരാഗ്യവും തീരും. എന്ത് കാര്യവും നമ്മൾ ഒന്ന് ചിരിച്ച് ഒന്ന് കൂടിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിലുള്ള ഇഷ്ടമില്ലായും ദേഷ്യപ്പെടലും ഒക്കെ സാധാരണയാണ്. അത്രേ ഉണ്ടാവൂ. നമ്മൾ പോവുക, അത്ര ദേഷ്യപ്പെട്ടിരിക്കുകയൊന്നും വേണ്ട എന്ന് സതീദേവി ശിവനോട് പറഞ്ഞു. ശ്രീപാർവതി തൻ്റെ അഭീഷ്ടം ഉണർത്തിച്ചപ്പോൾ ശിവൻ എന്താ ചെയ്തറിയോ? നല്ല പോലെ എന്നാണ് ചിരിച്ചു. ദേവി, ഭവതിയുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് കുറച്ച് പ്രയാസമുണ്ടല്ലോ. ഭവതിക്ക് ബന്ധുക്കളെ കാണാൻ ആഗ്രഹം ഉള്ളതുപോലെ അവർക്കും ഉണ്ടായിരിക്കണ്ടേ? അങ്ങോട്ട് മാത്രം സ്നേഹം ഉണ്ടായാൽ പോരല്ലോ, ആ സ്നേഹം കുറച്ച് ഇങ്ങോട്ടും വേണ്ടേ? ബന്ധുത്വം ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ട അറിയോ? പരസ്പരം വാത്സല്യം ഉണ്ടാവണം. പരസ്പരം വൈരാഗ്യം പുലർത്തുന്നവർ തമ്മിൽ ബന്ധുക്കളാവില്ല എന്ന് പറയുന്നു. ദക്ഷന് നമ്മളോട് ബന്ധുത്വം ഇല്ല, ശത്രുക്കളാണെങ്കിലും ചിലപ്പോൾ നല്ല ബന്ധുക്കളായി തീരാം. ബന്ധുത്വ ഓർത്ത് നമ്മൾ അവിടെ ചെന്നാൽ ദക്ഷൻ എന്താ ചെയ്യുക അറിയോ? ബന്ധുഭാവമൊന്നും നമ്മളോട് നടിക്കില്ല. മാത്രമല്ല നമ്മെ ധിക്കരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ കഴിയുമോ? അങ്ങനെ തിരിച്ചു പോരേണ്ടി വന്നാലോ? അത് ദുഃഖത്തിന് കാരണമാവില്ലേ? നമ്മളിപ്പോൾ കാര്യപ്പെട്ട് ഒരു ഫങ്ഷന് പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ ചെന്നാൽ ചെന്നൊന്നുമില്ല, നമ്മളെ വേണ്ടതുപോലെ സ്വീകരിക്കൊന്നുമില്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാവില്ലേ? അതേപോലെയാണ് നമ്മളെ അത് വലിയ യാഗം, എല്ലാവരും പങ്കെടുക്കുന്ന ഒരു യാഗം. അപ്പോൾ അതുകൊണ്ട് ഈ ധിക്കാരത്തിൽ നിന്ന് അമർഷം ഉണ്ടാവും. ധിക്കരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും, സ്വാഭാവികമല്ലേ? അപ്പോൾ ബന്ധുത്വമൊക്കെ നമ്മൾ മറക്കും. പിന്നെന്താ ഉണ്ടാവുക? തമ്മിൽ ഏറ്റുമുട്ടും, വാക്കുകളെ കൊണ്ടാവും, പിന്നെ ശാരീരികമായിട്ടാവും. അപ്പം എന്തിനാ അതൊക്കെ? അങ്ങനെ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കുന്ന വിചാരിക്കണത്? ആര് ജയിച്ചാലും ഇത് തോൽവി തന്നെയാണ്. ഇതൊന്നും അറിയാതെയല്ല ദക്ഷൻ നമ്മെ ഉപേക്ഷിച്ചത്. ഇതൊക്കെ ദക്ഷന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ വിളിക്കാത്തത്. ദക്ഷന് ഏറ്റവും കൂടുതൽ വാത്സല്യം എന്നോടായിരുന്നു. അത് സത്യമാണ്. കാരണം ചെറിയ മകളല്ലേ, എപ്പോഴും ചെറിയ മക്കളോട് ഒരു പ്രത്യേക വാത്സല്യം അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവും. ദക്ഷനും അതുണ്ടായിരിക്കണം.
എന്നാലോ എന്നോട് കൂടിച്ചേർന്നത് കൊണ്ടാണ് അത് കുറഞ്ഞു പോയത്. ശിവനെ ഇഷ്ടമല്ലേ ദക്ഷന്, അതുകൊണ്ടാണ്. എന്നാൽ പാർവതിക്കാണെങ്കിലോ അല്ല സതിക്കാണെങ്കിലോ ഭയങ്കര തപസ് ചെയ്ത് നേടിയതാണ് ശിവനെ. അപ്പോൾ നീ തനിച്ചു പോകുന്നതിനും എനിക്ക് വിരോധമില്ല, ഞാൻ ഇല്ല, നീ വേണമെങ്കിൽ പോയിക്കോന്ന്. എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കല്ലേ. എൻ്റെ പത്നിയാണ് എന്നതുകൊണ്ട് ദക്ഷൻ അനാദരവ് കാണിക്കും, അതിന് സംശയമില്ല, എനിക്കതൊക്കെ അറിയാം. അതും ആ ദുഃഖത്തിനൊരു കാരണമാവും. അമ്മയെയും ജ്യേഷ്ഠത്തിമാരെയും ഒക്കെ ഒരുമിച്ച് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യാഗം കഴിഞ്ഞിട്ട് നമുക്ക് അവരെയൊക്കെ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ചെന്ന് കണ്ടാൽ പോരെ. ഇത്രയും പറഞ്ഞിട്ട് ശിവൻ സമാധിയിലാണ്ട് ലയിച്ചു. യാഗത്തിലെ സംബന്ധിക്കാനുള്ള ആഗ്രഹം വല്ലാതെ സതീദേവിക്ക് വർദ്ധിച്ചു. അപ്പോൾ സതീദേവി ഒരു തീരുമാനത്തിലെത്തി, ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി കളയാം. ഇത് കണ്ട ശിവഭൂതങ്ങളും ദേവിയുടെ കൂടെ പുറപ്പെട്ടു. ഏതായാലും ശിവൻ കൂടെ വരില്ല എന്ന് ബോധ്യമായി, കാരണം അദ്ദേഹം തപസ്സിൽ മുഴുകി. അങ്ങനെ ദേവി പുറപ്പെട്ടു. ദേവി പുറപ്പെട്ടപ്പോൾ ശിവഭൂതങ്ങൾ ദേവിയെ അനുഗമിച്ചു. ദക്ഷൻ്റെ യാഗശാലയിൽ എത്തിയവർ പരിചിതരുമായിട്ട് കുശലാന്വേഷണമൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ ദക്ഷൻ്റെ അനുയായികൾ ദേവിയെ കണ്ടു. ശിവനോടുള്ള വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ശിവനെ ദൂഷിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി. കാരണം തൻ്റെ ഭർത്താവിനെ പറ്റിയിട്ടാണ് അവർ ദുഷിച്ച് സംസാരിക്കണത്. കാരണം അച്ഛനേതെങ്കിലും ഇഷ്ടമല്ലല്ലോ, അപ്പോൾ ഇവരെ ഈ ഭൃത്യന്മാർക്കും ഇഷ്ടമല്ല എന്നുള്ള നിലയ്ക്കാണ് ആ സംസാരം ഉണ്ടായത്. ഇത് സതീദേവി കേട്ടു. തൻ്റെ പതിയെക്കുറിച്ച് ദോഷമായിട്ട് സംസാരിക്കുന്നത് കേട്ടും അനുചിതമായത് പലതും കണ്ടും മനസ്സ് വിഷമിച്ച പാർവതി അച്ഛൻ്റെ അടുത്ത് ചെന്ന് നിന്നു. എന്തായാലും ചെന്നു, പിന്നെ അച്ഛനെ കാണണമല്ലോ. മകളെ കണ്ട ഭാവം നടിക്കാതെ, അത് മാത്രമല്ല ഉണ്ടായത്, കണ്ട ഭാവം നടിച്ചില്ല, മുഖത്തെ വെറുപ്പിൻ്റെ ഭാവം കണ്ടു. നമുക്ക് ഒരാൾ വന്നാൽ ഇഷ്ടമാണോ എന്നുള്ളത് മുഖഭാവം കൊണ്ടറിയും. സന്തോഷമാണോ ദേഷ്യമാണോ ഇഷ്ടക്കേടാണോ എന്നുള്ളത് മുഖം പറയും. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണ് പറയുക. അപ്പോൾ ഒരു വെറുപ്പാണ് മകളോട് ഉള്ളത് എന്ന് സതീദേവിക്ക് മനസ്സിലായി. ഇത് അപ്പോൾ മകൾ വന്നത് അച്ഛന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ആ മുഖഭാവം കണ്ടപ്പോൾ അവർ വീണ്ടും വീണ്ടും ശിവനെ അധിക്ഷേപിക്കാൻ തുടങ്ങി. ദക്ഷൻ അവരെ എന്നാ തടഞ്ഞോ? അതൊട്ടില്ലേനും. വിശ്വജനനിയുടെ മുഖത്ത് ദുഃഖമാകുന്ന മേഘപടലം നിറഞ്ഞ് കൺകോണുകളിൽ നിന്ന് വെള്ളം ഉതിരാൻ തുടങ്ങി, കരയാൻ തുടങ്ങി സതീദേവി. എത്രയപ്പോൾ തൻ്റെ ഭർത്താവിനെ ദൂഷിച്ച് പറയണത് കേട്ടുകൊണ്ടിരിക്കുക. അത് ആര്? അച്ഛനേക്കാൾ അധികം പറഞ്ഞത് അച്ഛൻ്റെ അനുചരന്മാരാണ്. ഇദ്ദേഹത്തിൻ്റെ മകളായത് കൊണ്ടാണല്ലോ എനിക്ക് സഭയിൽ അപമാനം സഹിക്കേണ്ടി വന്നത് എന്ന് സതീദേവി വളരെയധികം സങ്കടത്തോടെ ചിന്തിച്ചു. ഇത് സംഭവിക്കുമെന്ന് ശിവൻ പറഞ്ഞിരുന്നതുമാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം വരാതിരുന്നതും. അച്ഛനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തിലാണ് ശിവനെ അനുസരിക്കാതെ സതീദേവി ദക്ഷയാഗത്തിന് പുറപ്പെട്ടത്. ഈ കാര്യം ചെന്ന് പറയുമ്പോൾ നാണക്കേടും ആവും. കാരണം ഇത് തിരിച്ചു ചെന്നിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ വർത്താനം ചോദിച്ചാൽ കുറേ ചീത്ത കേൾക്കേണ്ടി വന്നു, അങ്ങയെ പറ്റിയിട്ട് സ്വീകരിച്ചു തൊട്ടില്ലേനും തന്നെ അതാണല്ലോ പറയേണ്ടി വരിക. സ്ത്രീകൾക്ക് പതി ദേവൻ തന്നെയാണ്. എങ്കിലും ജീവൻ നൽകിയ അച്ഛനും അമ്മയും വെറുത്താൽ പിന്നെ മനസ്സിന് സൗഖ്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇവരിൽ നിന്ന് കിട്ടിയ ഈ ശരീരം ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ നശിപ്പിക്കണം എന്ന് സതീദേവി ചിന്തിച്ചു. ഭക്തജനങ്ങൾക്ക് വേണ്ട അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞ് തൻ്റെ ശരീരം യോഗാഗ്നിയിൽ സ്വയമേവ സതീദേവി ദഹിപ്പിച്ചു.
ഇത് കണ്ടു നിന്ന ഭൂതഗണങ്ങള് യാഗശാലയിൽ കടന്ന് കണ്ണിൽ കണ്ടതെല്ലാം എടുത്ത് അങ്ങോട്ട് നശിപ്പിക്കാൻ തുടങ്ങി. ഋത്തുക്കുകളെയും സദസ്യരെയും എല്ലാം അടിച്ചങ്ങോട്ട് കൊന്നു. ഇത് കണ്ട ഭൃഗുമഹർഷി ശിവഗണങ്ങളെ എതിർക്കാൻ ദേവഗണങ്ങളെ അങ്ങോട്ട് ദിവ്യശക്തി കൊണ്ട് സൃഷ്ടിച്ചു. രണ്ടു കൂട്ടരുമായിട്ട് ഉഗ്രായ സംഘട്ടന അങ്ങനെ നടന്നു യാഗശാലയിൽ. ഇതിനിടയിൽ നാരദൻ ശിവൻ്റെ അടുത്ത് ചെന്ന് വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത്. ശിവനും എല്ലാം അറിയുമല്ലോ, ത്രികാലജ്ഞാനിയാണ്. ഇവിടെ യാഗശാലയിൽ നടക്കുന്നതും ഇവിടത്തെ ഒക്കെ ശിവൻ്റെ അടുത്ത് പോയി പറഞ്ഞു നാരദർ. വിവിധ വികാരങ്ങളെ കൊണ്ട് വിവശനായ ശിവൻ തൻ്റെ ജടയങ്ങോട്ട് പിടിച്ചു വലിച്ചു നിലത്തങ്ങോട്ട് അടിച്ചു. അപ്പോൾ അവിടെ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടെ കയ്യിലെ ശൂലമായിട്ട് വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ പറഞ്ഞു, വീരഭദ്ര, വേഗം ചെന്ന് ദക്ഷാ പ്രജപതിയെ വധിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. കാരണം തൻ്റെ പത്നി നഷ്ടപ്പെട്ടു. ശിവനെ നമസ്കരിച്ച് അവൻ സമുദ്രം പോലെ ഇളകുന്ന രൂപത്തിൽ വേഗത്തിൽ യാഗശാലയിലേക്ക് പോയി. ഭൂതഗണങ്ങൾ ചുറ്റും കൂടി. അവരുടെ യാത്രയിലെ പൊടിപടലങ്ങൾ അങ്ങോട്ട് ആകാശത്തോളം ഉയർന്ന് സൂര്യനെ പോലും കാണാതാക്കി പൊടി കൊണ്ട് ഭൂമിക്ക് ഇളക്കം തട്ടാൻ എന്താണ് കാരണം എന്ന് യാഗഭൂമിയിലുള്ളവരൊക്കെ ശങ്കിച്ചു കൊണ്ട് നിന്നു. എന്താണ് ഇത്ര പെട്ടെന്ന് ആകേണ്ട സൂര്യൻ പ്രകാശം അങ്ങോട്ട് ഇല്ലാണ്ടേ ഈ ഭൂമി ഇളകിയിട്ട് മണ്ണ് കിളർന്ന് മേപ്പെട്ട് പൊന്തണു? ശിവൻ ദേവിയുടെ വാർത്തയറിഞ്ഞു വരുന്നതായിരിക്കും എന്നൊരു സംശയം അവർക്കൊക്കെ ഉണ്ടായി. ശിവകോപത്തെ സഹിക്കാൻ ആർക്കാണ് കഴിയുക എന്ന് പേടിച്ചിരിക്കുമ്പോഴേക്കും ഭൂതഗണങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് തിരമാലകൾ ആഞ്ഞടിച്ച് സമുദ്രം കടന്നു വരുന്നത് പോലെ അവരെ യാഗശാലയിലേക്കാണ് കടന്നു. അവിടെ ഉണ്ടായിരുന്ന യാഗത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങോട്ട് വാരിക്കളഞ്ഞു. ദക്ഷനെ മാത്രമല്ല, ദക്ഷൻ്റെ സഹായികളെയും ഭൂമിയിലിട്ടിട്ട് അങ്ങോട്ട് ഉരുട്ടി. കണ്ണിനു നേരെ കണ്ട വസ്തുക്കളൊക്കെ എടുത്ത് നശിപ്പിച്ചു. യാഗശാലയിൽ ഒരുപാട് സാധനങ്ങളുണ്ടേ, അതൊക്കെ നശിപ്പിച്ചു. ഇങ്ങനെ യാഗം വേണ്ട എന്ന് സ്ത്രീകളെയും വല്ലാതെ ഉപദ്രവിച്ചു. ഇതൊക്കെ കണ്ട് എല്ലാവരും പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു താണ്ഡവമാണ് ദക്ഷയാഗത്തിൽ നടന്നത്. മണിമാൻ ഭൃഗുവിനെ പിടിച്ചിട്ട് വലിച്ച് മീശ ഇങ്ങോട്ട് പിഴുതെടുത്തു. അങ്ങനെ ചോര വലിപ്പിക്കുന്ന മുഖത്തോടെയുള്ള അദ്ദേഹത്തെ കണ്ടിട്ട് പൊട്ടിച്ചിരിച്ചു. ഇതാണ് പാഷണ്ഡന്മാരായ ഞങ്ങളുടെ രീതി എന്ന് മനസ്സിലാക്കിയാലും എന്നാണ് പറയുകയും ചെയ്തു. ഓടി ഒളിക്കാൻ ശ്രമിച്ച ഭൃഗുവിനെ നന്ദികേശ്വരൻ പിടിച്ചിട്ട് കയ്യും കാലും കൊണ്ട് കെട്ടിയിട്ടു. ഇത് കണ്ടു നിന്നവരുടെയൊക്കെ കണ്ണുകൾ കുത്തിയാണ് പൊട്ടിച്ചു. പൂഷാവിൻ്റെ പല്ലുകൾ അടിച്ചങ്ങോട്ട് കൊഴിച്ചു. കാരണം എന്താ അറിയോ, ഇതൊക്കെ കണ്ട് ചിരിക്കുക ചെയ്തത്. അപ്പം ഇനി പല്ലുണ്ടായിട്ട് ചിരിക്കേണ്ട, അതെയാണ് അതുകൊണ്ടാണ് പൂഷാവിൻ്റെ പല്ലൊക്കെ അടിച്ചു കൊഴിച്ചത്. വീരഭദ്രൻ ദക്ഷാപതിയെ പിടിച്ചു കെട്ടി ശൂലമുന കൊണ്ട് കഴുത്തങ്ങോട്ട് അറുത്തു. കുത്തിക്കൊണ്ടിരിക്കുന്ന കഴുത്ത് ലിംഗം കൊണ്ടാണ് കഴുത്ത് കുത്തിപ്പിടിച്ച് അങ്ങോട്ട് അറുത്താണ്ടിട്ടു. അതിനുശേഷം കത്തിക്കൊണ്ടിരിക്കുന്ന യാഗാഗ്നി ശാലയിലേക്ക് ചോര അങ്ങോട്ട് ചോര അങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണേ. കഴുത്തറുത്തതല്ലേ, ആ ചോര ഉള്ള തല എന്ത് ചെയ്തു അറിയോ, ആ യാഗാഗ്നിയിലിട്ടിട്ടാണ് ഹോമിച്ചു. അത്ര ദേഷ്യം അവർക്ക്. പരാക്രമശാലികളായ ഭൂതഗണങ്ങൾ ആയുധങ്ങളൊക്കെ ഏന്തി നേരെ വരികയാണ്. അപ്പോൾ തന്നെ കൊല്ലാനാണെന്ന് കരുതി ഓരോരുത്തരും ഭൂമി കുലുങ്ങുമാറ് പേടിച്ച് ഓടിക്കതച്ച് ബ്രഹ്മലോകത്തിലേക്ക് എത്തി. എല്ലാവരും കൂടി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു.
ഇതൊക്കെ കണ്ട ബ്രഹ്മാവ് പരിഭ്രമിച്ച്, എന്താ അവിടെ സംഭവിക്കണത്, എന്താ ഇപ്പം നിങ്ങളിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടി വരണത് എന്ന് ചോദിച്ചു. നടന്നതൊക്കെ അവർ സവിസ്തരം പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ ഒട്ടും ഒരു വീണ്ടും വിചാരമില്ലാതെ ശിവന് നീരസം വരുത്തുന്ന പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഒരിക്കലും അങ്ങനെ മഹാന്മാരുടെ പ്രവർത്തികൾ, മഹാന്മാരെ ദുഷിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ അറിയാലോ, പിന്നെ എന്താ ചെയ്യുക? എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇപ്പം ഈ ഓടി വന്നതിൻ്റെ അർത്ഥം? ദൈവതത്വത്തെ മറന്നാൽ എല്ലാവർക്കും ഇത് തന്നെ സംഭവിക്കുക. ദൈവമായ പരമേശ്വരനെ മറക്കാൻ പാടുവോ? പാടില്ല. നിങ്ങളെന്താ ചെയ്ത്? പരമേശ്വരൻ ആരാന്നറിയാതെ കണ്ട ഈ വേണ്ടാത്തതൊക്കെ ചെയ്തതേ. ശിവൻ അനുകൂലനല്ലെങ്കിൽ എന്താ ഉണ്ടാവുക അറിയോ? എല്ലാ കാര്യങ്ങളിലും വിഘ്നം ഉണ്ടാവും. പ്രത്യേകിച്ച് യജ്ഞത്തിൽ ശിവൻ്റെ പ്രസാദം കൂടാതെ ഒന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. ഈ അഹങ്കാരവും ഗർവവും ധാർഷ്ട്യമൊക്കെ ഉണ്ടല്ലോ, അതങ്ങോട്ട് അവസാനിപ്പിച്ച് ശിവസന്നിധിയിൽ ചെന്ന് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കാൻ പറയുകയാണ് ചെയ്ത് ബ്രഹ്മാവ്. ഇനിയും നന്മ വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എല്ലാവരും ഒരുമിച്ച് പോയി ശിവനെ സ്തുതിച്ച് പ്രസാദിപ്പിക്കണം. അല്ല, അതിന് നിങ്ങൾക്ക് മടിയാണെന്നോ അല്ലെങ്കിൽ താമസം ഉണ്ടാവുന്നോ വിചാരിച്ചാൽ എന്താ ഉണ്ടാവുക? ഇനിയും നാശം ഉണ്ടാവൂ, ഗുണം ഉണ്ടാവില്ല. വലിയവനോട് പൊരുതിയാൽ എന്താ ഉണ്ടാവുക? നാശം മാത്രമേ ഉണ്ടാവൂ. ബ്രഹ്മാവിൻ്റെ ഈ വാക്കൊക്കെ കേട്ട് ദേവഗണങ്ങൾ എന്ത് ചെയ്തു? ബ്രഹ്മാവ് പറഞ്ഞതുപോലെയൊക്കെ അനുസരിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ശരി, എല്ലാവരും കൂടി പോവുക, ഞാനും വരാം. അങ്ങനെ മുൻപിൽ ബ്രഹ്മാവ്, കാരണം ഇവർ മാത്രം ചെന്നാലൊന്നും ശിവൻ അവിടെ സ്വീകരിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ കേട്ടോളണമെന്നില്ല. അത്രയും ക്രുദ്ധനായിരിക്കുകയാണ്. ദേവന്മാരും ബ്രഹ്മാവും മഹർഷിമാരും എല്ലാവരും കൂടി കൈലാസത്തിലേക്ക് ചെന്നു. ബ്രഹ്മാവ് വേഗം ശിവനെ നമസ്കരിച്ചു. കൂടെ ചെന്നവരൊക്കെ നമസ്കരിച്ചു. ശിവൻ തിരിച്ച് ബ്രഹ്മാവിനെയും വണങ്ങി. ശിവൻ സന്തുഷ്ടനാണെന്ന് കണ്ട് ദക്ഷ പ്രജാപതിയുടെ ജീവൻ രക്ഷിക്കണം എന്നും അതിലൂടെ യാഗാവസാനം സാധിപ്പിക്കണം എന്നും അഭ്യർത്ഥിച്ചു ബ്രഹ്മാവ്. എല്ലാം ശരിയാകുമെന്ന് ശിവൻ അനുഗ്രഹിച്ചു. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ക്ഷിപ്രപ്രസാദിയാണേ. ആ സ്തുതി കേട്ടവോടുകൂടി ശിവൻ പ്രസാദിച്ചു. സത്തുക്കൾക്ക് സംഭവിച്ച അംഗഭംഗത്തെയും മാറ്റിക്കൊടുത്തു അല്ലേ? ചിലർക്ക് പല്ലില്ല, ചിലർക്ക് താടിയില്ല, അങ്ങനെയുള്ള കയ്യും കാലും ഇല്ല, അവരെയൊക്കെ പൂർവ്വസ്ഥിതിയിലാക്കി. പിന്നീട് ശിവൻ ദേവവൃന്ദത്തോടൊപ്പം എന്ത് ചെയ്തു അറിയോ? ദക്ഷൻ്റെ യാഗശാലയിലേക്ക് പുറപ്പെട്ടു. യാഗത്തിന് വേണ്ടി കഴുത്തറുത്ത മൃഗത്തിൻ്റെ തല എടുത്ത് ചേർത്ത് വെച്ച് ദക്ഷനെ ജീവിപ്പിക്കുകയും ചെയ്തു. ദക്ഷൻ വൈരാഗ്യമൊക്കെ അപ്പം മറന്നു. ഒരു മരണം കഴിഞ്ഞ് കിട്ടേണ്ടത് കിട്ടുമ്പോഴേ തോന്നേണ്ടത് തോന്നുള്ളേ. അപ്പോൾ ദക്ഷൻ വൈരാഗ്യമൊക്കെ മറന്ന് ശിവനെ ഭക്തിപൂർവ്വം സ്തുതിച്ചു. അങ്ങനെ ശിവൻ എല്ലാവരോടും പ്രസാദിച്ചു. എന്നിട്ടോ പ്രായശ്ചിത്തം ചെയ്ത്, അല്ലേ, ഒരു പാപമാണ് ചെയ്തതേ, യജ്ഞം മുടക്കിയില്ലേ, അതുകൊണ്ട് പാപം ചെയ്ത അത് പ്രായശ്ചിത്തം ചെയ്താലാണ് അതിന്ന് മോചനം ഉണ്ടാവൂ. പാപം ചെയ്ത പ്രായശ്ചിത്തം മാത്രമേ മാർഗമുള്ളൂ. അങ്ങനെ പ്രായശ്ചിത്തം ചെയ്ത് യാഗം അവസാനിപ്പിക്കാറായപ്പോൾ വിഷ്ണുദേവനെ ഉദ്ദേശിച്ച് ആഹൂതി അർപ്പിച്ചപ്പോഴേക്കും ധ്യാനശക്തി കൊണ്ട് സ്വർണശൈലത്തിലിരുന്ന് കാർമേഘം മിന്നൽ പിണർ കൊണ്ട് ശോഭിക്കുന്നത് പോലെ മഹാവിഷ്ണു ഗരുഡൻ്റെ പുറത്തതാ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു. 10,000 സൂര്യന്മാരെ ഒരുമിച്ച് ഉദിച്ചു നിൽക്കുന്നത് പോലെയുള്ള കാന്തിയോടുകൂടിയ കിരീടത്തോടുകൂടി, കുണ്ടലകാന്തി, മഞ്ഞപ്പട്ട്, നാഭിസരോജം, കൗസ്തുഭമാല, ശ്രീവത്സം, കഴുത്തിൻ്റെ കാന്തി, 8 കൈകളിലും ആയുധങ്ങൾ, എല്ലാം തെളിഞ്ഞു കണ്ടു അവിടെ കൂടിയിരുന്നവരൊക്കെ. മുമ്പിൽ നിൽക്കുന്ന
മഹാവിഷ്ണുവിനെ കണ്ട് എല്ലാ വൈരവും മറന്ന ദക്ഷനും ഭൃത്യരും സദസ്യരും മുനികളും പിതൃക്കളും ബന്ധുക്കളും യക്ഷാദികളും രക്ഷസ്സുകളും ഗന്ധർവന്മാരും ഭൂതഗണങ്ങളും എല്ലാം ജഗന്നാഥനെ സ്തുതിച്ചു തൊഴുതു. യാഗത്തിന് ഒരുപാട് ആളുകളുണ്ടേ, പലതരത്തിലുള്ളവരെ. അവരൊക്കെ മഹാവിഷ്ണുവിനെ കണ്ട് തൊഴുതു, നമസ്കരിച്ചു. ബ്രഹ്മാവും ശിവനും എഴുന്നേറ്റ് നിന്നു, വിഷ്ണുവിനെ വണങ്ങി. അവരെ തിരിച്ച് സംഭാവനം ചെയ്ത് എല്ലാവരും കേൾക്കെ വിഷ്ണു ദക്ഷ പ്രജാപതിയോട് പറഞ്ഞു: ബ്രഹ്മനന്ദനായ ദക്ഷ പ്രജാപതേ. അപ്പം ആരുടെ മകനാണ്? ഈ ബ്രഹ്മാവിൻ്റെ മകനാണേ ദക്ഷനെ. അതാണ് അങ്ങനെ പറഞ്ഞത്, അച്ഛനെ കൂട്ടിയിട്ടാണ് പറഞ്ഞത്. ബ്രഹ്മനന്ദനായ ദക്ഷ പ്രജാപതേ, അടുത്ത് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തേക്ക് എന്നെ വിളിച്ചു. വൈരൊക്കെ കളഞ്ഞ് ഞാൻ പറയുന്നത് പോലെ കേൾക്കണം എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞേ? മതമാത്സര്യങ്ങൾ വെടിഞ്ഞ് ദോഷങ്ങളെ ദൂരീകരിച്ച് മനസ്സിലെപ്പോഴും സന്തോഷത്തെ മാത്രം ഉൾക്കൊണ്ട് സത്യസ്വരൂപത്തെ ഉൾക്കൊണ്ട് അതിൽ ലയിക്കണം, സത്യമായിട്ട് ജീവിക്കണം എന്ന് ചുരുക്കം. 3 ഗുണങ്ങളെ ആശ്രയിച്ച് 3ആയി വർത്തിക്കുന്ന ഞങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒറ്റ തേജസ് തന്നെയാണ്. ഇപ്പം നമ്മൾ പറയും ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ അല്ലേ? ബ്രഹ്മാവ് സൃഷ്ടിക്കണു, വിഷ്ണു നിലനിർത്തണു, ശിവൻ സംഹരിക്കണു. ഇത് ഒന്ന് തന്നെയാണ്. ഈ കാര്യത്തിൽ ആർക്കും മതിഭ്രമം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത്രയും പറഞ്ഞ് ഗരുഡൻ്റെ പുറത്ത് കയറി മഹാവിഷ്ണു അവിടെ നിന്നും മറഞ്ഞു. അങ്ങനെ വിഷ്ണു അപ്രത്യക്ഷമായ ദിക്ക് നോക്കി എല്ലാവരും നമസ്കരിച്ചു. മുടങ്ങിയ യാഗം പ്രായച്ചിത്തത്തോടെ മുഴുവനാക്കി ദക്ഷനും അവഭൃത സ്നാനം ചെയ്തു. യാഗാഗ്നിയിൽ ദഹിച്ച സതി ഹിമവാന്റെ മകളായി ജനിച്ച് ഉമാദേവി എന്ന പേരോടെ പിന്നെയും മഹേശ്വരിയായി തീർന്നു എന്നാണ് ഈ കഥ. അപ്പോൾ ഇന്നത്തെ ഈ കഥ ഇവിടെ ഉപസംഹരിക്കുന്നു. ഇത് കേൾക്കാനും ഇത് പറയാനും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായതിൽ വളരെയധികം നന്ദി ഉണ്ട്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ കഥ ഇവിടെ ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിൽ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.